ഹേയ്, അസ്സലാമു അലൈക്കും. നമ്മളെ നിസ്കരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ ഒന്നും തോന്നാത്ത പോലെ തോന്നിയിട്ടുണ്ടോ? അതായത് നമ്മൾ നിസ്കരിക്കുമ്പോൾ കറക്റ്റായിട്ട് ദുആയും പ്രാർത്ഥനയും ഒക്കെ ചെല്ലുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ മൈൻഡ് മറ്റെവിടെയോ ആയി പോകുന്നത്. നിങ്ങളുടെ നിസ്കാരം കഴിഞ്ഞിട്ട് സ്റ്റിൽ നിങ്ങളുടെ മൈൻഡിൽ ഒരു സ്പേസ്, എന്തോ ഒരു മിസ്സിങ് പോലെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ചില സമയത്ത് ഏറ്റവും ഭാരമായ പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഇസ്ലാമിൽ നിന്ന് ദൂരെ ആവുന്നതല്ല, മറിച്ച് നമ്മൾ ഇസ്ലാമിലേക്ക് ക്ലോസ് ആവും. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നിസ്കരിക്കും, ഖുർആൻ ഓതും, ആൻഡ് വുമൻസ് ആണെങ്കിൽ ഹിജാബ് ധരിക്കും, ഹറാമുള്ളതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും നമ്മളുടെ മനസ്സിൽ ഒരു സ്പേസ് പോലെ, അതായത് എന്തോ ഒന്ന് മിസ്സിങ് ആയ പോലെ എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉയർന്നിട്ടുണ്ടാവും. അതായത് എന്തുകൊണ്ടാണ് ഞാൻ അള്ളാഹുവിൽ നിന്ന് ഒരുപാട് ദൂരം പോലെ എനിക്ക് തോന്നുന്നത്? ഇത് ജസ്റ്റ് ഒരു തോൽവി മാത്രമല്ല, ഇത് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് പറയാണ്. നിങ്ങളുടെ ആത്മാവ് ദാഹിച്ചിരിക്കുകയാണ്. അത് ജസ്റ്റ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തത് കൊണ്ട് മാത്രമാവുന്നില്ല. നമ്മൾക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ആവണം. നമ്മളും നമ്മുടെ പടച്ച റബ്ബുമായിട്ടുള്ള ആ ഒരു ബന്ധം നമ്മളുടെ മനസ്സിന് ഫീൽ ചെയ്യണം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മുടെ മനസ്സും നമ്മുടെ ബോഡിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് നമ്മൾ നിസ്കരിക്കുമ്പോൾ. ആൻഡ് നമ്മൾ നിസ്കരിക്കുന്നതിന് മുമ്പ് നമ്മളുടെ ഹൃദയം പ്രിപ്പയർ ആവണം. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്, ആ ഒരു സീരിയസ്നെസ്സോടുകൂടെ നമ്മൾ നിൽക്കണം. ചിലപ്പോൾ ഇതെൻ്റെ അവസാനത്തെ നിസ്കാരമായേക്കാം. അങ്ങനെയൊക്കെ നമ്മളുടെ തോട്ട്സ് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ട് വേണം നമ്മൾ നിസ്കരിക്കാൻ നിൽക്കാൻ. സോ നമ്മളുടെ നിസ്കാരം എന്ന് പറയുന്നത് ഒരു ഗിഫ്റ്റാണ്. അതൊരിക്കലും ഒരു ചെയ്തു തീർക്കാനുള്ളൊരു ടാസ്ക് പോലെ ആവുന്നില്ല. നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് ദുഃഖവും വിഷമമൊക്കെ വരുമ്പോൾ നിസ്കാരം അതൊരു മരുന്ന് പോലെയാണ്, അതൊരു സമാധാനമാണ്. നമ്മൾ നിസ്കരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ കൈ കെട്ടും. പക്ഷെ നമ്മളുടെ മൈൻഡ് എവിടെയോ ആയിപ്പോവും. പക്ഷെ നിങ്ങൾ പേടിക്കരുത്, ഇൻഷാ അല്ലാഹ് നമുക്കത് ശരിയാക്കിയെടുക്കാം. നിങ്ങൾ ആരും ഒറ്റയ്ക്കല്ല, ഒരുപാട് പേരും ഈ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവും. നമുക്ക് സത്യസന്ധമായിട്ട് പറയാം, നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചുമത്തിയിട്ടുണ്ടാവും, നമ്മൾ ഒരുപാട് വേദനകൾ സഹിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ മുൻകാലത്ത് സംഭവിച്ചു പോയ ഒരു ട്രോമ അത് ഒരുപാട് നമ്മളുടെ മനസ്സിൽ ആഴത്തിൽ ഇറങ്ങിയിട്ടുണ്ടാവും. ഇതുകൊണ്ട് കാരണം തന്നെ നമുക്ക് മര്യാദയ്ക്ക് നമ്മളുടെ ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങൾ വരെ നമുക്ക് സിൻസിയറായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആലാൻ്റെ കരുണ വരുന്നത്. അല്ലാഹു ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് പെർഫെക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മളുടെ നിസ്കാരം വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിലാണ്. ആൻഡ് അല്ലാഹ് ലവ്സ് ദ ബ്രോക്കൺ ഹേർട്ട്. അല്ലാഹുവിന് തകർന്ന മനസ്സുള്ള ഹൃദയത്തെ ഭയങ്കര ഇഷ്ടമാണോ? നിങ്ങളെ തന്നെ ഒട്ടും നല്ലതല്ല എന്ന് വിചാരിക്കുന്ന ഓരോ സെക്കൻഡിലും അള്ളാഹു നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈവൻ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ഒരുപാട് പെയിന് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, ഒരുപാട് തവണ കളിയാക്കൽ ഏറ്റുവാങ്ങി. ഈ ലോകം ഒരുപാട് ഭാരമുള്ളതായപ്പോൾ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്താണ് പറഞ്ഞതെന്നറിയോ? ഓ ബിലാലെ, നീ വേഗം ബാങ്ക് വിളിച്ചാലും നമുക്ക് നമ്മുടെ നിസ്കാരത്തിലൂടെ സമാധാനം കണ്ടെത്തണം. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുലേക്ക് ഒരു കുട്ടി എങ്ങനെയാണോ തൻ്റെ ഉമ്മയിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് ആശ്രയിക്കുന്നത്, അതേപോലെ തൻ്റെ റബ്ബിനോട് സുജൂദിൽ കണക്ട് ചെയ്യുമായിരുന്നു. സോ അതേപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമ്മൾ അള്ളാഹുവിനോട് എല്ലാ കാര്യങ്ങളും പറയുക, നമ്മളുടെ പേടി, നമ്മൾ കരയുക. നമുക്ക് വാക്കുകളില്ലെങ്കിലും നമ്മൾ ജസ്റ്റ് കരയുക. നമ്മളുടെ അള്ളാഹുവിനെ എല്ലാം അറിയാം. അള്ളാഹു നിങ്ങൾ തിരിച്ച് അവനിലേക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. സോ എങ്ങനെയാണ് നമ്മളുടെ ഹൃദയങ്ങൾ സോഫ്റ്റ് ആക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ജസ്റ്റ് നിസ്കരിക്കുക എന്നുള്ളതിൽ നമ്മൾ സമാധാനം കണ്ടെത്തുക എന്നുള്ളതിലേക്ക് നമ്മൾ പോകുന്നത്? സോ നമുക്ക് ഫസ്റ്റ് കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ പറയാം. ഫസ്റ്റത്തെ ടിപ്പ്, നമ്മളുടെ ഹൃദയം റെഗുലറായിട്ട് നിരന്തരം നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുക. നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇസ്തിഗ്ഫാർ ചൊല്ലുക. നമ്മൾ ചെയ്ത തെറ്റിന് വേണ്ടിയിട്ട് തന്നെ ഇസ്തിഗ്ഫാർ ചൊല്ലണമെന്നില്ല, മറിച്ച് നമ്മളുടെ മനസ്സിലേക്ക് വന്ന തോട്ട്സ്, നമ്മളുടെ മനസ്സിലേക്ക് വന്ന ചിന്തകൾ, നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്ന ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ഹൃദയത്തിന് എന്തെല്ലാം തരത്തിൽ ഭാരം ഏറ്റുവാങ്ങിയിട്ടുണ്ടോ അതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാം.
നെക്സ്റ്റാണ് നമ്മളുടെ റഹ്മാനായ റബ്ബിൻ്റെ പേരുകൾ പഠിക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ അൽ വഹാബ് എന്ന് പറഞ്ഞാൽ ദ ഗിവർ, നൽകുന്നവനാണെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ പേരുകൾ വിളിച്ച് നമ്മൾ ദുആ ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ആ ഒരു ഫീലോടെ കൂടെ ചോദിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെ ടിപ്പ് പറയാം. നമ്മളൊരു ദുആ നമ്മൾ കരയാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുക. അതിപ്പോൾ ജസ്റ്റ് യാ അല്ലാഹുവേ ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു, അത് നമ്മൾ സുജൂദിൽ പറയാം. നമ്മളുടെ ഹൃദയം അത് വിശ്വസിക്കുന്ന വരെ നമ്മൾ സുജൂദിൽ പറയാം. ഇതന്നെ പറയണമെന്നില്ല, നിങ്ങളുടെ ഭാഷയിൽ എന്താണോ അത്രയും ടച്ചിങ് ആയിട്ട് തോന്നുന്നത് അത് പറയാം. ഇനി നെക്സ്റ്റ് ടിപ്പ് പറയാം. നമ്മൾ ദുആ ചെയ്യുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ട് ദുആ ചെയ്യുക. നമ്മൾ അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ അൽഹംദുലില്ലാ അൽഹംദുലില്ലാ അങ്ങനെ ജസ്റ്റ് നമ്മൾ റഷ് ചെയ്ത് പോകരുത്, പെട്ടെന്ന് പോകരുത്. നമ്മളത് ഫീലോടുകൂടെ അള്ളാഹുവിനെ ഞാൻ സ്തുതിക്കുന്നു എന്ന ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഫീലോടുകൂടെ നമ്മൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു കണക്ഷൻ ഫീൽ ചെയ്യും. ഇതന്നെയാണ് നമ്മൾ നിസ്കാരത്തിലും ചെയ്യേണ്ടത്. നമ്മൾ സൂറത്തുൽ ഫാത്തിഹ അതേപോലെ തന്നെ നിസ്കാരത്തിലെല്ലാം മറ്റു പല ദുആകളുടെയും അർത്ഥം പഠിച്ചിട്ട് നമ്മൾ ആ ഒരു ഫീലോടുകൂടെ ചെല്ലുകയാണെങ്കിൽ നമുക്കും അള്ളാഹുക്കും തമ്മിലിടയിലുള്ള ആ ഒരു ബന്ധം ഇങ്ങനെ കൂടി വരും. ഇനി ലാസ്റ്റത്തെ ടിപ്പ് പറയാം. നമ്മൾ നിസ്കാരത്തിന് പുറമെ മറ്റു പല വഴികളിലൂടെയും നമുക്ക് സമാധാനം കണ്ടെത്താം. നമ്മൾ മറ്റുള്ളവരോട് നമ്മളുടെ ദീനിനെ കുറിച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ ജേർണൽ ചെയ്യുക, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുമ്പോൾ ദിക്ർ ചൊല്ലുക. നമ്മുടെ ഹൃദയത്തിന് അത് ആ ഒരു ഇമോഷൻസ് വരാൻ നമ്മൾ സ്പേസ് കൊടുക്കണം. സോ എനിക്ക് നിങ്ങളെല്ലാവരോടും പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ഒറ്റക്കല്ല. കുറേ മുസ്ലിംസ് ഉണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന, ഒരുപാട് വിഷമിക്കുന്നവരും ഈ ഒരു എംപ്റ്റിനെസ്, അതായത് മനസ്സിലൊന്നും തോന്നാത്ത ആ ഒരു ഫീല് വരുന്ന ആ ഒരു അനുഭവം അനുഭവിക്കുന്നവരും ഉണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, ഈ ഒരു ഫീലിങ്ങും അള്ളാഹുവിൻ്റെ സ്നേഹമുള്ളതിൻ്റെ അടയാളമാണ്. കാരണം നിങ്ങളുടെ ഹൃദയം അള്ളാഹുവിനെ മിസ് ചെയ്യാണ്. സോ അള്ളാഹു നിങ്ങളെ കൈവിട്ടിട്ടില്ല. നിങ്ങളെ നിസ്കാരത്തെ കൈവിടരുത്, നിങ്ങളെ കൈവിടരുത്. നിങ്ങൾ ഈ തകർന്ന മനസ്സോടെയും ഈ ഒരു ഒന്നുമില്ലാത്ത ആ ഒരു എംപ്റ്റി ഫീലോടെയാണെങ്കിലും നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഷോ അപ്പ് ചെയ്യുക. നിങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് വരിക. കാരണം അള്ളാഹു ചില സമയത്ത് ഏറ്റവും തകർന്ന മനസ്സിലേക്ക് ഏറ്റവും ആഴമേറിയ സമാധാനം കൊണ്ടുവന്ന് നിറച്ചേക്കാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കും കൂടെ ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക. ജസാക്കും അല്ലാഹു ഖൈറൻ. ഈ ഒരു വീഡിയോ നിങ്ങൾ കേട്ടതിന് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഈമാൻ്റെ വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും.